ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടുള്ള 2 ഐറ്റമാണ്. വോൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള 2 ഐറ്റമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ കാർഡ്ബോർഡ് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്ന് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ A4 ഷീറ്റാണ്. ബ്ലാക്ക് കളേർഡ് A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ വീതിയിലായിട്ട് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ പല മോഡലിലും ചെയ്യാൻ പറ്റും. അതിനുശേഷം വൈറ്റ് പേപ്പർ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതുമ്മ നമ്മൾ പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതുമ്മ നമ്മൾ കളർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് പിസ്തയുടെ ഷെല്ല് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുമ്പോൾ ഞാനിപ്പോൾ പിങ്ക് കളർ ആണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അത് മുഴുവനായിട്ട് നമ്മുടെ ഈ കാർഡ്ബോർഡുമ്മേ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇടയിൽ കുറച്ച് ഗ്യാപ്പുകളൊക്കെ കാർഡ്ബോർഡ് കാണുന്നുണ്ടല്ലോ, അതുമൊക്കെ നമ്മൾ ഈ പിങ്ക് കളർ തന്നെ കവർ ചെയ്യാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇനി ഇതിനൊരു അഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉള്ളടുത്ത് നമ്മുടെ മിററിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ പീസുകളായിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, ഷെല്ല് എന്താ അതിനെ പറയുക, ഷെല്ല് തന്നെയല്ലേ. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും കുളത്തായിട്ട് അതുമ്മ ഫിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടോ നമ്മുടെ ചുമരുമയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. നല്ല ആ മിററിൻ്റെ അതും കൂടി വെച്ചപ്പോൾ നല്ലൊരു തിളക്കം കിട്ടും. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത് പിസ്ത ഷെല്ല് വെച്ചിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതുമൊക്കെ പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റല്ല, സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അടിക്കുകയാണ്. പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. എൻ്റെ പെയിൻറ്റ് കഴിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പല കളറിലാണ് ഞാൻ അടിച്ചു കൊടുത്തേക്കണത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന്മേൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളൊരു നൂല് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ റൗണ്ട് ഷേപ്പുമ്മേക്ക് കണക്ഷനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതുമ്മേൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ബ്ലാക്ക് ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസുമ്മേയും പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് നല്ല രസത്തിൽ കാണാനായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ആ മിററിൻ്റെ ഷെല്ല് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ചുമരുമൊക്കെ പ്രത്യേകിച്ച് വൈറ്റ് പെയിൻ്റ് അടിച്ചേക്കണ ചുമരുമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും വോൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ അടിപൊളിയായിട്ടാണ്. നമ്മൾ പിസ്തയൊക്കെ തിന്ന് കഴിയുമ്പോൾ അതിൻ്റെ അതുകൊണ്ട് വെറുതെ കളയാണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ്.